യൂറോപ്പിനെ യുദ്ധഭീതിയിലെത്തിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 3ാം വാർഷിക ദിനത്തിന്റെ തലേ ദിവസമായ ഇന്നലെ കനത്ത ആക്രമണമാണ് റഷ്യ ഉക്രൈനിൽ നടത്തിയത്. രാത്രി മുഴുവൻ ഉക്രൈനിനെ മരണക്കളമാക്കി സംഹാര താണ്ഡവമാടുകയായിരുന്നു റഷ്യയുടെ ഡ്രോൺ ആക്രമണത്തിൽ എത്രത്തോളം നാശം ഉണ്ടായെന്ന് ഇതുവരെയും സ്ഥിരീകരണം വന്നിട്ടില്ല. രാത്രി മുഴുവൻ വീടുകളും കെട്ടിടങ്ങളും കാറുകളും തകരുന്നതിൻ്റെയും സ്ഫോടനത്തിൻ്റെയും ഭയാനക ശബ്ദമായിരുന്നെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഭാര്യയും ഉക്രൈൻ പ്രഥമ വനിതയുമായ ഒലേന സെലൻസ്ക എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. 2022 ഫെബ്രുവരി 24 ആരംഭിച്ച യുദ്ധത്തിൽ യുക്രൈനെതിരെ റഷ്യ നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 267 ഡ്രോണുകളാണ് റഷ്യ ഒരുമിച്ച് വിക്ഷേപിച്ചത്. ഇത് യുക്രൈനിലെ 5 പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ കീവ്, ചെർണിവ്, പോൾട്ടാവ, ഒഡേസ തുടങ്ങിയ 13 പ്രദേശങ്ങളിൽ ഡ്രോണുകൾ തടഞ്ഞിട്ടതായി യുക്രൈൻ അറിയിച്ചു. റഷ്യ നടത്തിയ റെക്കോർഡ് ഡ്രോൺ വിക്ഷേപമാണെന്ന് യുക്രൈൻ വ്യോമസേന കമാൻഡർ വക്താവ് യൂറി ഇഗ്നാറ്റ് പറഞ്ഞു. 267 ഡ്രോണുകളിൽ 138 ഡ്രോണുകൾ വീഴ്ത്തിയെന്നും 119 എണ്ണം കാണാതായി എന്നും അദ്ദേഹം പറയുന്നു. ഡ്രോണുകൾക്ക് പുറമെ റഷ്യ 3 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും അദ്ദേഹം ആരോപിക്കുന്നു. യുക്രൈൻ്റെ വ്യോമ പ്രതിരോധമില്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് മാസങ്ങളായി രാത്രിയിൽ റഷ്യ കൂട്ട ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നു. യുദ്ധത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും അപലപിക്കുന്നതായും സെലൻസ്കി പറഞ്ഞു. അതേസമയം യുദ്ധം 3 വർഷം പിന്നിടുമ്പോൾ ഇതുവരെയും സമാധാന ചർച്ചയിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല. 2022 ഫെബ്രുവരി 24 ആരംഭിച്ച യുദ്ധം ഇന്നത്തേക്ക് 3 വർഷങ്ങൾ പിന്നിടുകയാണ്. യുദ്ധം അതിവേഗം അവസാനിപ്പിക്കാനാകുമെന്നായിരുന്നു റഷ്യയുടെ പ്രതീക്ഷയെങ്കിലും യുദ്ധം അനന്തമായി നീണ്ടുപോകുന്നതാണ് കാണുന്നത്. വ്യാപകമായ നാശനഷ്ടങ്ങളും ജീവഹാനിയുണ്ടാകുകയും ചെയ്തു. യുദ്ധം തുടക്കം മുതൽ ഉക്രൈൻ്റെ ഒപ്പം നിന്ന അമേരിക്കയാകട്ടെ യുക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒഴിവാക്കി റഷ്യയുമായി കൂട്ടുകൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച പുതിയ ആശങ്കകൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിമർശിച്ച് ട്രംപും മറുപടിയുമായി സെലൻസ്കിയും രംഗത്ത് വന്നതും ലോക സമവാക്യങ്ങൾ തന്നെ മാറ്റുന്ന കാഴ്ചയാണ് ഒരുക്കുന്നത്. മറുവശത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ട്രംപ് ഉള്ളത്. പ്രസിഡന്റായി അധികാരമേറ്റ 1ാം നാൾ മുതൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും നടന്നിട്ടില്ല. ഈ ഘട്ടത്തിലാണ് US സ്വന്തം നിലയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച US റഷ്യ വിദേശകാര്യ മന്ത്രിതല ചർച്ച സൗദി അറേബ്യയിൽ വെച്ച് നടന്നിരുന്നു. ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനും ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. എങ്കിലും ചർച്ചയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം. 2ാം ഘട്ട ചർച്ച ഉടൻ നടക്കുമെന്ന് റഷ്യയും അറിയിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ നീക്കത്തിലൂടെ സമാധാനം ഉടനെ കൈവരികയാണെങ്കിൽ നേട്ടം റഷ്യക്ക് തന്നെയാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ നയം അനുസരിച്ച് റഷ്യ കൈയടക്കിയ 1 ഇഞ്ച് ഭൂമി പോലും ഉക്രൈന് വിട്ടുകൊടുക്കില്ല. 2014 ഉക്രൈൻ്റെ 7% ഭാഗങ്ങളാണ് റഷ്യയുടെ അധീനതയിൽ ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ രാജ്യത്തിൻ്റെ 18% സ്ഥലവും റഷ്യ കൈവശപ്പെടുത്തി കഴിഞ്ഞു. 2014 കീഴടക്കിയ ക്രീമിയ ഉപദ്വീപ്, ഡൊണേറ്റ്സ് പ്രദേശം തുടങ്ങിയ ഉക്രൈൻ്റെ കിഴക്ക് തെക്ക് ഭാഗത്തെ 1/5 പ്രദേശങ്ങളും നിലവിൽ റഷ്യയുടെ കീഴിലാണ്. ഈ പ്രദേശങ്ങളിൽ നിന്ന് റഷ്യ പിന്മാറില്ലെന്ന് ഉറപ്പാണ്. അമേരിക്ക ഒപ്പം നിൽക്കുന്നതോടെ റഷ്യക്ക് താൽപ്പര്യമുള്ള ഒരു ഭരണകൂടം ഉക്രൈനിൽ സ്ഥാപിക്കാനും നാറ്റോ അംഗത്വത്തിൽ നിന്ന് ഉക്രൈനെ വിലക്കാനും ഇനി പുടിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന വസ്തുതയും ഇതോടൊപ്പം പറയേണ്ടതുണ്ട്. കാലാകാലങ്ങളായി ശത്രുപക്ഷത്തുള്ള റഷ്യക്ക് ഒപ്പം എന്തിന് അമേരിക്ക നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായ മറ്റൊരു ചോദ്യം. യുദ്ധത്തിനായി അമേരിക്ക വൻ തുകയാണ് ചെലവഴിക്കുന്നത്. യുക്രൈനിന് യുദ്ധത്തിൽ $350 ബില്യൺ ചെലവാണ് ഇതുവരെ ഉണ്ടായത്. ഇതിൽ 43% നൽകിയത് അമേരിക്കയാണ്. യുക്രൈനിലേക്ക് നാറ്റോ വഴി അമേരിക്ക ഒഴുക്കിയത് വൻ തുകയുടെ ആയുധങ്ങളാണ്. എന്തിനാണ് അമേരിക്കക്കാരൻ്റെ നികുതി പണം പാഴാക്കി കളയുന്നത് എന്ന കച്ചവടക്കാരൻ്റെ യുക്തി തന്നെയാണ് ട്രംപിനെ ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് എത്തിക്കുന്നത്. ഒരുപക്ഷെ ഈ നീക്കത്തിന് പിന്നിൽ റഷ്യയുമായി കച്ചവട താല്പര്യമുള്ള ഇലോൺ മസ്കിൻ്റെ കരങ്ങളുമുണ്ടാകാം. ഇതിനു പുറമെ റഷ്യയെ ചൈന, ഇറാൻ, നോർത്ത് കൊറിയ എന്നിവ ഉൾപ്പെടെയുള്ള സഖ്യരാജ്യങ്ങളിൽ നിന്ന് അകറ്റുക, ബ്രിക്സ് പോലുള്ള അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ചേരികളെ ദുർബലപ്പെടുത്തുക തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങളും അമേരിക്കക്കൊപ്പമുണ്ട്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ കൂടിപ്പോയാൽ 2-3 ആഴ്ച കൊണ്ട് യുക്രൈൻ വീഴുമെന്നായിരുന്നു ലോകം മുഴുവൻ കരുതിയത്. എന്നാൽ പ്രതിരോധത്തിൻ്റെ പുതിയ കാഴ്ചകളാണ് യുക്രൈൻ കാണിച്ചു തന്നത്. പക്ഷേ ഇനി എന്ത് എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ പ്രസക്തമായത്. ചെറുത്തുനിൽപ്പിലൂടെ ധീരതയുടെ പ്രതീകമായി ലോകമാകെ വാഴ്ത്തപ്പെട്ട യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഇപ്പോൾ
ട്രംപ് ഏകാധിപതി എന്ന പേരിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. അമേരിക്ക റഷ്യ സഖ്യവും മറുവശത്ത് ഉയരുന്നു. ഇതുവരെ 13,000-ഓളം പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ട 63 ലക്ഷം മനുഷ്യരെ സ്വന്തം നാടും വീടും വിട്ട് മറ്റൊരു രാജ്യത്തിൽ അഭയം പ്രാപിക്കാൻ തക്ക വണ്ണത്തിലേക്ക് യുദ്ധം മാറിക്കഴിഞ്ഞു. ആരുടെ ഇടപെടലിലായാലും യുദ്ധം അവസാനിക്കേണ്ടതുണ്ട്. യുക്രൈനിലെ മാത്രമല്ല, ലോകത്തെ എല്ലാ യുദ്ധങ്ങളും, ആക്രമണങ്ങളും, അടിച്ചമർത്തലും വംശഹത്യയും അവസാനിക്കേണ്ടതുണ്ട്. എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യത്തിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം. അതിനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത്.